ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അകാല മരണത്തെപ്പറ്റി പഠിച്ചിരുന്നു ഭാഗവതം പറഞ്ഞ സമയത്ത്. പരീക്ഷിത്ത് മഹാരാജാവിനെ തക്ഷകൻ ദംശിച്ചു കൊല്ലുകയായിരുന്നു. അതിൻ്റെ കഥയെല്ലാം, എന്തുകൊണ്ടാണ് തക്ഷകൻ അങ്ങനെ ദംശിച്ചത് എന്നുള്ള ആ കാര്യമെല്ലാം തന്നെ ആ സമയത്ത് നമ്മൾ വളരെ വിശദമായി പറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മൾ ജനമേജയനെ പറ്റി പറഞ്ഞിരുന്നു. പരീക്ഷിത്തിൻ്റെ മകനാണ് ജനമേജയൻ. ജനമേജയന് ഈ പരീക്ഷിത്ത് മഹാരാജാവ് മരിച്ച കാര്യമൊക്കെ അറിയാം, തക്ഷകൻ ദംശിച്ചാണ് വധിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിയാം. തക്ഷകൻ ദംശിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. കാരണം ആ ഭാഗവത സത്ര സമയത്ത് അവിടെ വന്നിരുന്ന ഋഷിമാരെയൊക്കെ യാത്ര അയക്കാനായിട്ട് പോയിരുന്ന സമയത്താണ് തക്ഷകൻ ദംശിച്ചത്. ആ കാര്യമൊക്കെ നമ്മൾ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. എങ്കിലും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് വിശദമായി അറിയണമെന്ന് ജനമേജയന് തോന്നുകയാണ്. പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് പരീക്ഷിത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷമാണ് പോയത്. പരീക്ഷിത്തിൻ്റെ മകനാണ് ജനമേജയൻ. അങ്ങനെ ഒരിക്കൽ രാജാവായ ജനമേജയൻ തൻ്റെ മന്ത്രിമാരോട് തൻ്റെ അച്ഛൻ്റെ അകാല മരണത്തിന് ഇടയാക്കിയ സംഭവം എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ തക്ഷകൻ ദംശിച്ചത്, ഇതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരണം എന്ന് മന്ത്രിമാരോട് പറഞ്ഞു. അങ്ങനെ ജനമേജയൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് മന്ത്രിമാർ പറയുകയാണ്, അങ്ങയുടെ അച്ഛൻ ഉദാരമനസ്കനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, പ്രജാക്ഷേമ പാലനത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവനായിരുന്നു. യഥാർത്ഥത്തിൽ ധർമ്മം ഒരു പുരുഷരൂപം പൂണ്ടാൽ എങ്ങനെയിരിക്കുമോ ആ തരത്തിലായിരുന്നു അങ്ങയുടെ അച്ഛൻ. അദ്ദേഹത്തിന് യാതൊരു പക്ഷപാതവും ഇല്ലായിരുന്നു. സമസ്ത ജനങ്ങളെയും അദ്ദേഹം ഒരുപോലെയാണ് പരിപാലിച്ചു വന്നിരുന്നത്. അതുകൂടാതെ അദ്ദേഹം വലിയ ഒരു പരാക്രമിയും കൂടിയായിരുന്നു. അനേകം ജോലികളിൽ ഒരേ സമയം അദ്ദേഹം വ്യാപൃതനായിരുന്നു. വിധവകളെയും അനാഥരെയും അംഗവൈകല്യമുള്ളവരെയും ഭിക്ഷക്കാരെയും ഊട്ടുന്ന ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും അദ്ദേഹത്തിനോട് അതിരറ്റ വാത്സല്യമുണ്ടായിരുന്നു. എല്ലാവരുടെയും സ്നേഹപാത്രമായിരുന്ന അദ്ദേഹം കുരുവംശം വളരെയധികം പരീക്ഷണങ്ങൾ അതിജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പരീക്ഷിത്ത് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. രാജനീതിയിലും അസ്ത്രശാസ്ത്രത്തിലും അദ്ദേഹം വലിയ വിദ്വാനായിരുന്നു. അങ്ങനെ വളരെ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷമാണ് അങ്ങയുടെ കയ്യിലേക്ക് രാജ്യം എത്തിയത് എന്ന് ഈ മന്ത്രിമാർ അച്ഛനെപ്പറ്റി വളരെ നല്ല കാര്യങ്ങളൊക്കെ ജനമേജയനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ മന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള നല്ല വാക്കുകളൊന്നും തന്നെ ജനമേജയനെ അത്ര തൃപ്തനാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എൻ്റെ അച്ഛനെപ്പറ്റി നല്ല വാക്കുകൾ നിങ്ങൾ പറഞ്ഞു, പക്ഷേ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിന് കാരണമായി തീർന്നത്? എന്തുകൊണ്ടാണ് അച്ഛനെ തക്ഷകൻ ദംശിച്ചത്? എൻ്റെ അച്ഛൻ അടക്കമുള്ള എല്ലാ പൂർവികന്മാരും മഹാന്മാരായിരുന്നു, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും അങ്ങനെ വിശദമായി എന്നോട് പറഞ്ഞു തരേണ്ട. പക്ഷേ എൻ്റെ അച്ഛൻ്റെ മരണം അതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രിമാർ ആ കാര്യങ്ങളൊക്കെ രാജാവിനോട് പറയുകയാണ്. എന്താണ് ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എങ്കിലും ഈ കഥയുടെ ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഞാനിപ്പോൾ പറയുകയാണ്. മന്ത്രിമാർ പറയുകയാണ്, മഹാരാജാവേ, മഹാനായ അങ്ങയുടെ പിതാവ് പാണ്ഡു മഹാരാജാവിനെ പോലെ മൃഗീയ വിനോദത്തിൽ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. രാജ്യഭരണ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ
ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വേട്ടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വേട്ടയ്ക്ക് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അസ്ത്രം തറച്ച ഒരു മാനിൻ്റെ പിന്നാലെ അദ്ദേഹം ഓടുകയാണ്. അങ്ങനെ അദ്ദേഹം ഓടി ഓടി ഒരു വനത്തിൻ്റെ മധ്യത്തിൽ ഒറ്റയ്ക്ക് അകപ്പെടുകയാണ്. ഓടിപ്പോയ മാനിനെ പക്ഷെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. വിശപ്പും ദാഹവും അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. ആ സമയത്ത് കാട്ടിലിരിക്കുന്ന ഒരു മുനിയെ അദ്ദേഹം കാണുകയാണ്. ആ മുനിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം സംസാരിച്ചു. മുനിയാകട്ടെ പക്ഷേ കേട്ട ഭാവം പോലും വെച്ചില്ല. വിശപ്പും ദാഹവും കൊണ്ട് വല്ലാതെ തളർന്നിരുന്നു രാജാവ്. പെട്ടെന്ന് അതുകൊണ്ട് തന്നെ രാജാവ് കോപക്രാന്തനായി തീർന്നു. മൗനവ്രതം ആചരിക്കുന്ന ഒരു മുനിയാണ് ഇതെന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മുനിയോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ രാജാവ് അവിടെ കിടന്ന ഒരു ചത്ത പാമ്പിനെ അമ്പുകൊണ്ടെടുത്ത് ആ മുനിയുടെ കഴുത്തിലിട്ടു. മുനിയാകട്ടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. രാജാവ് വളരെയധികം ക്ഷീണിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടി രാജധാനിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അവിടെ മൗനവ്രതത്തിലിരുന്നത് ശമീക എന്ന മുനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ശൃംഗി. ശൃംഗി വളരെ തേജസ്വിയായ ഒരു തപോധനനായിരുന്നു. കാട്ടിൽ നിന്നും വന്ന ചില സുഹൃത്തുക്കളിൽ നിന്ന് തൻ്റെ അച്ഛന് വന്നു ചേർന്നിരിക്കുന്ന അപമാനത്തെക്കുറിച്ച് ശൃംഗി അറിയുകയാണ്. ആ മുനികുമാരൻ വളരെയധികം ദേഷ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ക്രോധം ജ്വലിച്ചു. അദ്ദേഹം കമണ്ഡലുവിൽ നിന്നും വെള്ളമെടുത്തു കുടഞ്ഞുകൊണ്ട് ആ മുനികുമാരൻ പരീക്ഷിത് മഹാരാജാവിനെ ശപിക്കുകയാണ്. നിരപരാധിയായ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ മാലയായി ഇട്ടുകൊടുത്ത ആ ദുഷ്ടനെ തക്ഷകനാഗം 7 ദിവസത്തിനുള്ളിൽ ദംശിച്ച് കൊല്ലും. ഇങ്ങനെയാണ് ആ ശൃംഗി പരീക്ഷത്തിനെ ശപിച്ചത്. ഇപ്രകാരം ശപിച്ച ശേഷം ശൃംഗി കാട്ടിൽ പോയി പിതാവിനെ കാണുകയും പിതാവിൻ്റെ കഴുത്തിൽ നിന്നും ആ ചത്ത പാമ്പിനെ നീക്കം ചെയ്യുകയും ചെയ്തു. ശമീകന് ശൃംഗിയുടെ ഈ ശാപം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അത് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കി. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഗൗരമുഖൻ എന്ന ശിഷ്യനെ വിളിക്കുകയും ആ ഗൗരമുഖനെ രാജകൊട്ടാരത്തിലേക്ക് അയക്കുകയും ചെയ്തു. ഗൗരമുഖൻ കൊട്ടാരത്തിലെത്തി മുനിയുടെ സന്ദേശം അറിയിച്ചു. അല്ലയോ മഹാരാജാവേ, എൻ്റെ പുത്രൻ ശൃംഗി അങ്ങയെ ശപിച്ചു പോയിരിക്കുന്നു. അങ്ങ് വളരെയധികം ശ്രദ്ധിക്കണം. 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ അങ്ങയെ ദംശിക്കും. അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ശമീക മുനി ഗൗരമുഖനിലൂടെ പരീക്ഷത്തിനെ അറിയിക്കുന്നു. രാജാവിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുകയും മകനായ അങ്ങയെ രാജ്യഭരണം ഏൽപ്പിക്കുകയും ചെയ്തത് അപ്പോഴാണ്. അതിനുശേഷം അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ച് മരണത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി. അപ്പോഴേക്കും ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നു. അങ്ങനെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് ഗംഗാനദിയുടെ നടുവിൽ ഒരു ഉയർന്ന കരിങ്കൽ സ്തംഭം ഉണ്ടാക്കുകയും അതിനു മുകളിൽ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുകയും ഒരു ഉറുമ്പിന് പോലും അതിനകത്തേക്ക് കടക്കാൻ പാടില്ലാത്ത വണ്ണം അത്രയ്ക്ക് ഭദ്രമായി അത് സൃഷ്ടിക്കുകയും ചെയ്തു. മുൻഭാഗത്ത് ഒരു ചെറിയ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് കടന്നാൽ വിശാലമായ ഒരു സഭാതലമാണ്. സർപ്പങ്ങൾ ഒരിക്കലും അകത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിർമ്മിതിയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അതുകൂടാതെ വിഷഹാരികളെയും അതുപോലെ മാന്ത്രികരെയും സർപ്പഹാരികളെയും എല്ലാവരെയും തന്നെ അവിടെ നിയമിച്ചിരുന്നു. മന്ത്രത്തകിടുകൾ, അതായത് സർപ്പനിരോധന മന്ത്രത്തകിടുകൾ അവിടെ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാം സുരക്ഷിതമാക്കിയതിനു ശേഷം ഒരു ശുഭമുഹൂർത്തത്തിൽ അത്രി, വസിഷ്ഠൻ, ഭൃഗു, ച്യവനൻ, അഗസ്ത്യൻ, അങ്കിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, ഉജത്യൻ, ഗൗതമൻ, ശരദ്വാൻ, ഭരദ്വാജൻ, മൈത്രേയൻ, ദ്വൈപായനൻ തുടങ്ങിയ മഹർഷികളുടെ അകമ്പടിയോടും
വേദ ഉച്ചാരണങ്ങളോടും കൂടി പരീക്ഷിത്ത് മഹാരാജാവിനെ ആ സഭയുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തെ പുണ്യാസനത്തിൽ ഇരുത്തി പുണ്യതീർത്ഥത്താൽ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പരീക്ഷിത്ത് മഹാരാജാവ് കൈലാസം ലക്ഷ്യമാക്കി വടക്കോട്ട് നോക്കി കൈകൂപ്പി ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. വേദങ്ങളും മൃത്യുഞ്ജയ മന്ത്രങ്ങളും ബ്രാഹ്മണർ സദാ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ഹോമങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് അവിടേക്ക് ആരെത്തിച്ചേരുന്നത്? വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി എത്തിച്ചേരുന്നത്. അദ്ദേഹം ആ 7 ദിവസം കൊണ്ട് മഹാഭാഗവതം പരീക്ഷത്തിന് ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 7ാമത്തെ ദിവസം അടുക്കുന്നു. അന്ന് 7ാമത്തെ ദിവസത്തിലാണ് തക്ഷകൻ പരീക്ഷത്തിനെ ദംശിക്കും എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ആ ശാപം. അങ്ങനെ ശാപം ഏൽക്കേണ്ടുന്ന സമയം വന്നെത്തി. ആ 7ാമത്തെ ദിവസം തക്ഷകൻ പരീക്ഷത്തിൻ്റെ അടുക്കലേക്ക് പോവുകയായിരുന്നു. തൻ്റെ സംരക്ഷണത്തിനായി പരീക്ഷിത്ത് കശ്യപൻ എന്ന ഒരു ബ്രാഹ്മണനെ വരുത്തിയിരുന്നു. വഴിമധ്യേ തക്ഷകൻ കശ്യപനെ കാണുകയും തക്ഷകൻ ചോദിക്കുകയും ചെയ്യുന്നു, അല്ലയോ ബ്രാഹ്മണ, ഇത്ര ധൃതിയിൽ അങ്ങ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്താണ് അങ്ങയുടെ യാത്രയുടെ ഉദ്ദേശം? അപ്പോൾ കശ്യപൻ പറയുകയാണ്, ഇന്ന് തക്ഷകൻ പരീക്ഷിത്ത് എന്ന മഹാരാജാവിനെ ദംശിക്കും. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തക്ഷകന് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അഥവാ മഹാരാജാവ് മരണപ്പെട്ടാൽ പോലും അദ്ദേഹത്തെ ഞാൻ വീണ്ടും ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ തക്ഷകൻ ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണ, അങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആ തക്ഷകൻ ഞാൻ തന്നെയാണ്. എൻ്റെ ശക്തിയെ അങ്ങേക്ക് അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങ് നോക്കുക എന്ന് പറഞ്ഞിട്ട് തക്ഷകൻ ഒരു മഹാവൃക്ഷത്തിനു നേരെ തൻ്റെ വിഷം ചീറ്റുകയാണ്. ആ വിഷജ്വാലയിൽ ആ വൃക്ഷം എരിഞ്ഞ് വെണ്ണീറായി. കശ്യപൻ പെട്ടെന്ന് തന്നെ ആ വൃക്ഷത്തെ പഴയപടി ആക്കി. ആ വൃക്ഷം തളിർത്ത് നല്ല ഭംഗിയോടുകൂടി വീണ്ടും പുനർജനിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ തക്ഷകൻ അത്ഭുതപ്പെട്ടു. തക്ഷകൻ ആ ബ്രാഹ്മണനെ പ്രലോഭിപ്പിച്ചു. തക്ഷകൻ പറയുകയാണ്, താങ്കൾക്ക് എന്തായാലും ധനത്തിന് ആവശ്യം കാണും. ധനത്തിന് വേണ്ടിയിട്ടാണല്ലോ താങ്കൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അതെത്ര വേണമെങ്കിലും ഞാൻ തരാം, അങ്ങ് പോകരുത് എന്ന് തക്ഷകൻ കശ്യപനോട് പറഞ്ഞപ്പോൾ കശ്യപൻ പറയുകയാണ്, ഞാൻ പണത്തിന് വേണ്ടി തന്നെയാണ് പോകുന്നത്, അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് കശ്യപൻ പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം തക്ഷകൻ പറയുകയാണ്, ബ്രാഹ്മണ, എത്ര ധനമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അത്രയും ധനം താങ്കൾ എന്നിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞപ്പോൾ കശ്യപന് ആകെ ഒരു മനസ്സിന് ചാഞ്ചല്യം തോന്നുകയും എന്തായാലും ആ ബ്രാഹ്മണൻ തക്ഷകനിൽ നിന്നും ധനവും സ്വീകരിച്ചുകൊണ്ട് മടങ്ങി പോവുകയും ചെയ്തു. തുടർന്ന് തക്ഷകൻ വേഷപ്രച്ഛന്നനായി അകത്ത് കടക്കുകയും, അതായത് ഒരു മാതളപ്പഴത്തിൻ്റെ ഉള്ളിൽ ഒരു പുഴുവായി ഇരുന്നു കൊണ്ടാണ് തക്ഷകൻ അകത്തേക്ക് കടക്കുന്നത്. ആ കഥയൊക്കെ നമ്മൾ വളരെ വിശദമായി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് കടക്കുകയും രാജാവ് ആ പഴം എടുക്കുകയും ആ പഴത്തിൽ നിന്നും ഒരു പുഴുവായി അകത്തേക്ക് കടന്ന തക്ഷകൻ തൻ്റെ ഭീകരമായ രൂപം സ്വീകരിക്കുകയും രാജാവിനെ ദംശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് രാജാവ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം വളരെ വിശദമായി തന്നെ മന്ത്രിമാർ ജനമേജയന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സകല കാര്യങ്ങളും ജനമേജയൻ മനസ്സിലാക്കിയിട്ട് ജനമേജയൻ ചോദിക്കുകയാണ്, തക്ഷകൻ്റെ വിഷമേറ്റ് ഒരു വൃക്ഷം കരിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നീട് ആ വൃക്ഷം തളിർത്തു എന്നും നിങ്ങൾ പറഞ്ഞു. അത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് അവിടെ നടന്ന ഈ കാര്യമൊക്കെ അറിഞ്ഞത്? തക്ഷകൻ എൻ്റെ അച്ഛനെ വഞ്ചിച്ചിരിക്കുന്നു. കൈക്കൂലി കൊടുത്ത് അയാൾ കശ്യപനെ തിരിച്ചയച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അച്ഛൻ തീർച്ചയായും ജീവിക്കുമായിരുന്നു. ശരി, ഈ ചതിക്ക് തക്ഷകനെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പേ മന്ത്രിമാരായ നിങ്ങൾ ആ വൃക്ഷത്തിൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് എന്നോട് പറയണം എന്ന് ജനമേജയൻ ചോദിച്ചപ്പോൾ ഈ മന്ത്രിമാർ പറയുകയാണ്, തക്ഷകൻ വിഷം ചീറ്റിയ വൃക്ഷത്തിൻ്റെ മുകളിൽ ചുള്ളികൾ ശേഖരിക്കുവാനായി നേരത്തെ തന്നെ ഒരു മനുഷ്യൻ കയറിയിരിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ ഇക്കാര്യം തക്ഷകനോ കശ്യപനോ അറിയില്ലായിരുന്നു. വിഷജ്വാലയിൽ വൃക്ഷം വെണ്ണീറായപ്പോൾ ആ മനുഷ്യനും ഭസ്മമായിപ്പോയി. കശ്യപന്റെ മന്ത്രബലം കൊണ്ട് വൃക്ഷത്തിനോടൊപ്പം ആ മനുഷ്യനും ജീവിച്ചു. തക്ഷകന്റെയും കാശ്യപന്റെയും സംസാരം ആ മനുഷ്യൻ കേട്ടിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളോട് ഇക്കാര്യം പറഞ്ഞു തന്നത്. ഞങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞത് വെച്ച് അങ്ങ് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് മന്ത്രിമാർ ജനമേജയനോട് പറയുകയാണ്. തൻ്റെ പിതാവിൻ്റെ മരണകാരണം കേട്ടപ്പോൾ ജനമേജയന് വളരെയധികം ദുഃഖമുണ്ടാവുകയും അദ്ദേഹം കോപത്തോടുകൂടി തൻ്റെ കൈകാലുകളൊക്കെ കുടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകുവാനും തുടങ്ങി. ദുഃഖവും ശോകവും ക്രോധവും കൊണ്ട് ജ്വലിച്ചു നിന്നിരുന്ന അദ്ദേഹം തൻ്റെ കമണ്ഡലുവിൽ നിന്നും ഒരു കൈക്കുമ്പിളിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്: എൻ്റെ സമ്പൂജ്യനായ അച്ഛൻ അകാലത്തിൽ പരലോകം പുൽകാൻ ഇടയായ കാര്യം വിസ്തരിച്ചു തന്നെ ഞാനിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ഏതു നീചനായ തക്ഷകൻ കാരണമാണോ എൻ്റെ അച്ഛന് അപമൃത്യു സംഭവിച്ചത്, മൃത്യു സംഭവിച്ചത്, അവനോട് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. ശൃംഗിയുടെ ശാപം ഒരു ഉപായം മാത്രമാണ്. കശ്യപമുനിയെ കൈക്കൂലി കൊടുത്ത് തിരിച്ചയച്ചതാണ് ഏറ്റവും വലിയ ക്രൂരത. ശാപം ഫലിച്ചാലും എൻ്റെ പിതാവ് രക്ഷപ്പെടുമായിരുന്നു. അതില്ലാതാക്കിയത് തക്ഷകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായി ഞാൻ തക്ഷകനെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുകയാണ് ജനമേജയൻ. ജനമേജയൻ്റെ ഇത്തരത്തിലുള്ള പ്രതിജ്ഞ എല്ലാ മന്ത്രിമാരും സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ജനമേജയൻ പുരോഹിതന്മാരെയും ബ്രാഹ്മണരെയും എല്ലാവരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവരോട് ഇങ്ങനെ പറയുകയും ചെയ്തു: ദുഷ്ടനായ തക്ഷകൻ എൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അവനോട് പകരം വീട്ടുവാനുള്ള ഒരു ഉപായം നിങ്ങൾ കണ്ടുപിടിച്ചു തരണം. ആളിക്കത്തുന്ന തീയിൽ ആ ദുരാത്മാവിനെ ഹോമിക്കുവാനുള്ള ഏതെങ്കിലും ഒരു കർമ്മം നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ജനമേജയൻ അവരോട് ചോദിച്ചപ്പോൾ യാജ്ഞികർ ഇങ്ങനെ പറയുകയാണ്: മഹാരാജാവേ, വളരെ മുമ്പ് തന്നെ അങ്ങേക്ക് വേണ്ടി ദേവതമാർ അത്തരത്തിലുള്ള ഒരു യജ്ഞം സജ്ജീകരിച്ച് വെച്ചിരുന്നു. ആ യജ്ഞം അങ്ങേക്കല്ലാതെ മറ്റാർക്കും നടത്തുവാൻ പറ്റുകയില്ല എന്ന് പൗരാണികന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ യജ്ഞം നടത്തുവാനുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഇങ്ങനെയുള്ള മറുപടി കേട്ടപ്പോൾ ജനമേജയന് കൂടുതൽ വിശ്വാസം വരികയും ചെയ്തു. അങ്ങനെ യജ്ഞത്തിനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുവാൻ രാജാവ് കൽപ്പിച്ചു. വേദജ്ഞരായ ബ്രാഹ്മണർ ശാസ്ത്രം അനുസരിച്ചിട്ടുള്ള നിലയിൽ യജ്ഞമണ്ഡപം തയ്യാറാക്കി. ജനമേജയൻ വ്രതാനുഷ്ഠാനവും തുടങ്ങി. യജ്ഞമണ്ഡപം തയ്യാറാക്കുന്ന സമയത്ത് അവിചാരിതമായൊരു സംഭവം അവിടെ ഉണ്ടാവുകയാണ്. സർവശാസ്ത്ര പാരംഗതനായ ഒരു വിദ്വാൻ ഇങ്ങനെ പറയുകയാണ്: യജ്ഞമണ്ഡപത്തിൻ്റെ അളവെടുക്കാൻ തുടങ്ങിയ സമയം ഒരു പ്രത്യേക സൂചന ലഭിച്ചിരുന്നു. ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ഈ യജ്ഞത്തെ പൂർത്തിയാക്കുവാൻ അനുവദിക്കുകയില്ല എന്ന ഒരു സൂചനയാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ യജ്ഞവിഘ്നത്തിന് സാധ്യത കാണുന്നു. അതനുസരിച്ചിട്ടുള്ള പ്രതിവിധി ഉടൻ തന്നെ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് പ്രതിവിധിയായി അന്യമനുഷ്യർക്ക് യജ്ഞമണ്ഡപത്തിൽ പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. ശാസ്ത്രവിധി അനുസരിച്ച് സർപ്പയജ്ഞം തുടങ്ങി. യജ്ഞധൂമം കൊണ്ട് യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണരുടെ കണ്ണുകൾ ചുവന്നു. കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു അവർ യജ്ഞം നടത്തിക്കൊണ്ടിരുന്നത്. യജ്ഞം തുടങ്ങിയ സമയം തന്നെ ബ്രാഹ്മണരുടെ മന്ത്രോച്ചാരണം, അതുപോലെ തന്നെ ഹവനം തുടങ്ങിയ കർമ്മങ്ങൾ തുടങ്ങിയ സമയത്തു തന്നെ സർപ്പങ്ങളെല്ലാം വിറയ്ക്കുവാൻ തുടങ്ങി. അവർ പേടിച്ചു, വിറച്ചു, അന്യോന്യം കെട്ടിപ്പിടിച്ചു. അങ്ങനെ കരഞ്ഞും നിലവിളിച്ചും കൊണ്ട് സർപ്പങ്ങൾ ആ യാഗാഗ്നിയിൽ വീഴുവാൻ തുടങ്ങി.
വെളുത്തതും കറുത്തതും നീലിച്ചതും മഞ്ഞിച്ചതും ചെറുതും വലുതും വൃദ്ധരും അങ്ങനെയുള്ള നാനാ സർപ്പങ്ങളും ആ അഗ്നിയിൽ വന്നു വീഴുവാൻ തുടങ്ങി. സദസ്യരുടെ കൂട്ടത്തിൽ ശിഷ്യന്മാരോടൊപ്പം വ്യാസനും ഉദ്ദാലകനും ശ്വേതകേതുവും എല്ലാവരും ഉണ്ടായിരുന്നു. ചണ്ഡഭാർഗവനും കൗത്സുവനും ഉദ്ഗാതനും ജൈമിനിയും ശാർങ്ങവരനും എല്ലാവരും സർപ്പയജ്ഞത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പേര് ചൊല്ലിയുള്ള മന്ത്രം തുടങ്ങിയതോടുകൂടി നാഗങ്ങൾ പേടിക്കുവാൻ തുടങ്ങി. ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ച് യജ്ഞം ചെയ്യുവാൻ തുടങ്ങി. അതോടുകൂടി പേര് വിളിക്കുന്ന മഹാസർപ്പങ്ങളെല്ലാം ആ അഗ്നികുണ്ഡത്തിലേക്ക് വന്ന് വീഴുവാൻ തുടങ്ങി. 4 ചുറ്റും ദുർഗന്ധം, സർപ്പങ്ങളുടെ നിലവിളി. ക്രമേണ തക്ഷകനും ഈ വിവരം അറിഞ്ഞു. പേടിച്ചു വിറച്ചു തക്ഷകൻ. തക്ഷകൻ എവിടെ ചെന്നു? ദേവരാജാവായ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നു. കാരണം ഇന്ദ്രനും തക്ഷകനും തമ്മിൽ വലിയ കൂട്ടുകാരാണ്. അങ്ങനെ ഇന്ദ്രനെ ശരണം പ്രാപിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദേവരാജ, ഈ അപരാധി ഇതാ അങ്ങയുടെ കാലടികളിൽ ശരണം യാചിക്കുന്നു. അവിടുന്ന് എന്നെ രക്ഷിക്കണം എന്ന് തക്ഷകൻ പറഞ്ഞപ്പോൾ ദേവരാജനായ ഇന്ദ്രൻ പറയുകയാണ്, നിന്നെ രക്ഷിക്കുവാനായി മുമ്പേ തന്നെ ഞാൻ ബ്രഹ്മദേവനിൽ നിന്നും അഭയവചനം സ്വീകരിച്ചിട്ടുണ്ട്. നീ വിഷമിക്കേണ്ട, യാതൊരു ഭയവും വേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കും. ഇങ്ങനെ ഇന്ദ്രൻ തൻ്റെ കൂട്ടുകാരനായ തക്ഷകനെ സമാധാനിപ്പിച്ചു. അതോടുകൂടി തക്ഷകൻ ഇന്ദ്രലോകത്ത് താമസിക്കുവാനും തുടങ്ങി. ജനമേജയൻ്റെ യജ്ഞകുണ്ഡത്തിൽ സർപ്പങ്ങളുടെ ഹവനം നടന്നുകൊണ്ടേയിരിക്കുന്നു. എണ്ണമറ്റ സർപ്പങ്ങൾ ആ യജ്ഞകുണ്ഡത്തിൽ വീണ് ഭസ്മമായി തീർന്നു. കദ്രുവിൻ്റെ ശാപമാണ് കേട്ടോ. അല്പം ചില സർപ്പങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ കാര്യമോർത്ത് വാസുകി എന്ന നാഗം വളരെയധികം ദുഃഖിച്ചു. അദ്ദേഹം തൻ്റെ സഹോദരിയായ ജരത്കാരുവിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ ഓരോ അംഗവും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ദിക്കുകൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എനിക്ക് തല കറങ്ങുന്നു. ഞാനിപ്പോൾ വീണു പോകുമോ എന്ന് തോന്നുന്നു. എനിക്ക് ഭൂമി കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഞാനും ആ യജ്ഞകുണ്ഡത്തിൽ വീണു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ യജ്ഞം കൊണ്ട് അതും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ നിന്നെ ജരത്കാരു എന്ന ഋഷിക്ക് വിവാഹം കഴിച്ച് കൊടുത്തത്. നീ തന്നെ സർപ്പങ്ങളെ രക്ഷിക്കണം. ബ്രഹ്മാവിൻ്റെ വചനമനുസരിച്ചിട്ട് ജരത്കാരു ഋഷിയിൽ നിനക്കുണ്ടായ മകൻ ആസ്തികൻ ആ സർപ്പയജ്ഞത്തെ ഇല്ലാതെയാക്കും. നീ അവനോട് ഞങ്ങളെ രക്ഷിക്കുവാൻ പറയൂ. ഇങ്ങനെയുള്ള സഹോദരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ നാഗസ്ത്രീയായ ജരത്കാരു മകനായ ആസ്തികനോട് നാഗങ്ങളെ രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉദ്ദിഷ്ട കാര്യത്തിന് അമ്മയിൽ നിന്നും അനുമതി വാങ്ങിയ ആസ്തികൻ തൻ്റെ അമ്മാവനോട്, അതായത് വാസുകി എന്ന നാഗത്തിനോട് പറയുകയാണ്, അല്ലയോ നാഗരാജാവേ, അങ്ങ് വിഷമിക്കണ്ട. കദ്രുമാതാവിൻ്റെ ശാപത്തിൽ നിന്നും സർപ്പങ്ങളെ ഞാൻ മോചിപ്പിക്കുമെന്ന് ഇതാ സത്യം ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ തീരുമാനത്തിൽ അങ്ങേക്ക് യാതൊരു സംശയവും വേണ്ട. ഞാൻ കളവ് പറയില്ല. അങ്ങ് വിഷമിക്കാതിരിക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ട് സർപ്പങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ആസ്തികൻ എന്ന മുനി ജനമേജയൻ്റെ യജ്ഞശാലയിലേക്ക് പോവുകയാണ്. സൂര്യ തേജസ്സിനും അഗ്നി തേജസ്സിനും തുല്യമായ പ്രഭയോടുകൂടിയ സദസ്യരെ ആസ്തികൻ അവിടെ കാണുകയാണ്. കാവൽക്കാർ ആസ്തികനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. അകത്തേക്ക് പ്രവേശനം തരപ്പെടുത്തുന്നതിന് വേണ്ടി ആസ്തികൻ സർപ്പയജ്ഞത്തെ അവിടെ നിന്നും സ്തുതിക്കുവാൻ തുടങ്ങി. യജ്ഞസ്തുതി കേട്ട് സന്തോഷിച്ച ജനമേജയൻ ആസ്തികനെ അകത്തേക്ക് കടത്തിവിടാൻ ഉത്തരവ് കൊടുത്തു. യജ്ഞമണ്ഡപത്തിൽ പ്രവേശിച്ച ആസ്തികൻ ജനമേജയനെയും മറ്റു ബ്രാഹ്മണരെയും സദസ്യരെയും അഗ്നിയെയും സ്തുതിക്കുവാൻ തുടങ്ങി. ആസ്തികൻ്റെ ഇത്തരത്തിലുള്ള സ്തുതി അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് നൽകിയത്. വിനാശകാലേ വിപരീത ബുദ്ധി. അങ്ങനെ ജനമേജയന് വളരെയധികം സന്തോഷം തോന്നുകയും കുട്ടിയായ ആസ്തികന് ഒരു വരം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഈ കാര്യം ജനമേജയൻ എല്ലാവരോടും പറയുകയും
ചെയ്തു. എന്നിട്ട് ജനമേജയൻ പറയുകയാണ്, എൻ്റെ ഈ യജ്ഞം വിജയത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങളെല്ലാവരും വേണ്ടതുപോലെ ചെയ്യുവിൻ. എൻ്റെ പ്രധാന ശത്രു ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, തക്ഷകനാണ്. പക്ഷേ ആ നാഗം ഇതുവരെയും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ആ തക്ഷകനെയും നിങ്ങൾ ഇങ്ങോട്ട് വരുത്തണം. ഇങ്ങനെ ജനമേജയൻ ബ്രാഹ്മണരോട് പറഞ്ഞപ്പോൾ ഋത്വിക്കൾ മറുപടി പറയുകയാണ്, തക്ഷകൻ ഭയന്നു വിറച്ച് ഇന്ദ്രനെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അഗ്നിദേവൻ പറയുന്നത്. ഇന്ദ്രൻ തക്ഷകനെ സംരക്ഷിക്കാമെന്ന് തക്ഷകന് ഉറപ്പും കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ജനമേജയന് ദുഃഖമാണ് തോന്നിയത്. അദ്ദേഹം വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് പിന്നീട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ദ്രനോടൊപ്പം ആ തക്ഷകനെയും ഈ യജ്ഞകുണ്ഡത്തിൽ ഭസ്മമാക്കാൻ വേണ്ട മന്ത്രം ജപിച്ചുകൊണ്ട് യജ്ഞം നടത്തുക. ഇത്തരത്തിലുള്ള ജനമേജയൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ യജ്ഞപുരോഹിതർ യാഗാഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് ഹവനം നടത്തി. അതിൻ്റെ ഫലമായിട്ട് ഇന്ദ്രനും തക്ഷകനും ആകാശത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ദ്രൻ താഴേക്ക് നോക്കിയപ്പോൾ അതാ തന്നെ സ്വീകരിക്കുവാൻ യാഗകുണ്ഡം ഒരുങ്ങി നിൽക്കുന്നു. ഇന്ദ്രൻ പേടിച്ചുപോയി. ഇന്ദ്രൻ സ്വജീവൻ രക്ഷപ്പെടുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് തക്ഷകനെ ഉപേക്ഷിച്ചിട്ട് പിന്തിരിഞ്ഞ് ഓടി. അത് കണ്ടപ്പോൾ ബ്രാഹ്മണർ രാജാവിനോട് പറയുകയാണ്, രാജാവേ, അങ്ങ് ഉദ്ദേശിച്ച കാര്യം ഇതാ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തക്ഷകൻ ഇപ്പോൾ തന്നെ ഈ യാഗാഗ്നിയിൽ വന്ന് വീഴുക തന്നെ ചെയ്യും. ഇന്ദ്രനും അവനെ കൈവെടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനു മുമ്പായി അങ്ങ് ഈ ബ്രാഹ്മണന് വരം കൊടുത്ത് ആ ബ്രാഹ്മണനെ സന്തോഷിപ്പിച്ചാലും എന്തു ചെയ്യാൻ പറ്റും? അങ്ങനെ ഈ ബ്രാഹ്മണർ, ഈ യജ്ഞകർത്താക്കൾ ആരോട് പറയുകയാണ്? ജനമേജയനോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ജനമേജയൻ പറയുകയാണ്, ബ്രാഹ്മണ ബാലക, അവിടുത്തെ പോലെയുള്ള സമർത്ഥനായ ഒരു കുട്ടിക്ക് ഉചിതമായ വരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് എന്താണ് ആഗ്രഹം? സന്തോഷത്തോടു കൂടി ചോദിച്ചു കൊള്ളുക. അപ്പോൾ ആസ്തികൻ ആ അവസരം മുതലാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, രാജാവേ, ഈ യജ്ഞം അവസാനിപ്പിക്കുന്ന വരം അങ്ങെനിക്ക് നൽകണം. ഇതിൽ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർപ്പങ്ങൾ രക്ഷപ്പെടുകയും വേണം. എല്ലാവരും ഞെട്ടിപ്പോയി. എന്താണ് ചോദിക്കുന്നത്? ഉടനെ രാജാവ് പറയുകയാണ്, അങ്ങ് അങ്ങനെ ചോദിക്കരുത്. സമർത്ഥനായ ബ്രാഹ്മണ കുമാരനല്ലേ അങ്ങ്? അങ്ങ് സ്വർണമോ വെള്ളിയോ പശുവോ മറ്റെന്തെങ്കിലും വസ്തുവോ ഇഷ്ടം പോലെ ചോദിച്ചു കൊള്ളുക, എടുത്തുകൊള്ളുക. ഞാൻ ഈ യജ്ഞം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക എന്ന് ജനമേജയൻ പറഞ്ഞപ്പോൾ ആസ്തികൻ പറയുകയാണ്, എനിക്ക് പശുവും വേണ്ട, സ്വർണവും വേണ്ട. എൻ്റെ മാതൃകുലത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി അങ്ങയുടെ ഈ യജ്ഞം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനമേജയൻ അത് കേട്ടപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു. പല തവണ ആവർത്തിച്ചു പ്രേരിപ്പിച്ചിട്ടും കുട്ടി വേറൊരു വരം ആവശ്യപ്പെടുവാൻ തയ്യാറായില്ല. അപ്പോൾ അവിടെ കൂടിയിരുന്ന സദസ്യരെല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്, ഈ ബ്രാഹ്മണകുമാരൻ ചോദിക്കുന്നത് അങ്ങ് കൊടുക്കണം, അത് വിധിയാണ് എന്ന്. അങ്ങനെ സഭാവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്നത് കേട്ടപ്പോൾ ജനമേജയൻ പറയുകയാണ്, ആസ്തികൻ്റെ ആഗ്രഹം നടക്കട്ടെ, യജ്ഞം നിർത്തട്ടെ, ഈ ബാലൻ സന്തോഷിക്കട്ടെ. നമ്മുടെ സൂതൻ മുമ്പൊരിക്കൽ ഈ യജ്ഞം മുടങ്ങുമെന്ന് പറഞ്ഞത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. ഇങ്ങനെ ജനമേജയൻ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. രാജാവ് സദസ്യർക്കും യജ്ഞപൗരാണികർക്കും അവിടെ എത്തിയിട്ടുള്ള മറ്റുള്ള ബ്രാഹ്മണർക്കും എല്ലാവർക്കും തന്നെ ധാരാളം ധനം കൊടുക്കുകയും ചെയ്തു. യജ്ഞം മുടങ്ങുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച ആ സൂതന് വളരെയധികം ധനം കൊടുക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു. യജ്ഞത്തിൻ്റെ അവസാനത്തിലുള്ള അവഭൃത സ്നാനവും കഴിഞ്ഞ് ആസ്തികനെ ആദരപൂർവം ജനമേജയൻ യാത്രയാക്കുകയും ചെയ്തു.
ആസ്തികൻ പോകുന്ന വേളയിൽ ജനമേജയൻ പറയുകയാണ്, അവിടുന്ന് എൻ്റെ അശ്വമേധ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ എത്തണം. അങ്ങനെയാകാം എന്ന് പറഞ്ഞ ആസ്തികൻ വാസുകിയുടെ വീട്ടിൽ ചെന്ന് തൻ്റെ അമ്മ ജരത്കാരുവിനോട് സകല വിവരങ്ങളും ധരിപ്പിച്ചു. അതോടുകൂടി എല്ലാവർക്കും വലിയ ഒരു ആശ്വാസമാണ് തോന്നിയത്. ഹരേ കൃഷ്ണ. ഇവിടെ പിതാവിനേറ്റ അപമാനത്തിൽ മനം നൊന്ത ശൃംഗി പരീക്ഷത്തിനെ ശപിച്ചത് സ്വാഭാവികമാണ്. രാജാവ് കുറ്റം ചെയ്തു എന്നത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ മരണശിക്ഷ വിധിക്കത്തക്ക വിധമുള്ള കുറ്റം രാജാവ് ചെയ്തുവോ എന്നുള്ളതും സംശയം തന്നെ. ചത്തപാമ്പിനെ താപസന്റെ കഴുത്തിൽ മാലയായി ഇട്ടുകൊടുത്തത് കടുത്ത ഒരു അവഹേളനം തന്നെയാണ്. തൻ്റെ പിതാവിനെ അവഹേളിച്ച വാർത്ത കേട്ട മാത്രയിൽ തന്നെ അന്വേഷണമൊന്നും നടത്താതെ ശിക്ഷ വിധിച്ചത് ഒരു കടന്ന കൈയായി പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് പിതാവിന് അതിഷ്ടപ്പെടാതിരുന്നതും ആ കാര്യം, ശാപത്തിൻ്റെ കാര്യം രാജാവിനെ അറിയിച്ചതും. ഇവിടെ അപമാനിക്കപ്പെട്ടത് ശമീകമുനിക്കാണ്. പക്ഷേ ശമീകമുനിക്ക് രാജാവിനോട് വിരോധം തോന്നിയതുമില്ല. അതിന് കാരണം എന്താണ്? കാട്ടിൽ ഏറെ നേരം വേട്ടമൃഗത്തെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന രാജാവിന് വളരെയധികം ദാഹവും വിശപ്പും ഉണ്ടായിരുന്നു. ശമീകമുനി മൗനവ്രതത്തിലായിരുന്നു എന്ന കാര്യം രാജാവ് അറിഞ്ഞതുമില്ല. രാജാവിന് മറുപടി കിട്ടാഞ്ഞതിൽ അദ്ദേഹത്തിന് കോപം തോന്നുന്നത് സ്വാഭാവികം. മുനി തന്നെ അപമാനിച്ചതാണ് എന്ന് രാജാവിന് തോന്നിപ്പോയി. ചത്തപാമ്പിനെ മുനിയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തത് മുനിയെ അവഹേളിക്കുവാൻ തന്നെയാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് ധർമ്മിഷ്ഠനായ പരീക്ഷത്തിനോട് ശമീകന് യാതൊരു ദേഷ്യവും തോന്നാഞ്ഞത്. ഇവിടെ ഏതു വമ്പനായാലും കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള വ്യാസനീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തക്ഷകൻ ദംശിക്കാനായി വരുന്നുണ്ട്. ആ സമയത്ത് രാജാവിനെ രക്ഷിക്കുന്നതിനായി കാശ്യപൻ വരുന്നു. കാശ്യപനെ കൈക്കൂലി കൊടുത്ത് തിരിച്ചയച്ചതും ആ ശിക്ഷ നടപ്പിലാക്കാൻ തന്നെയാണ്. കാരണം രാജാവായാലും തെറ്റു ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് വ്യാസൻ്റെ നീതി. പക്ഷേ ഇവിടെ കൈക്കൂലി കൊടുത്ത ഒരാളെ തിരിച്ചയച്ചതും തെറ്റു തന്നെ. അതിനുള്ള ഒരു ശിക്ഷയും ഇവിടെ വ്യാസഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതായത് മനുഷ്യനെ ശരിയും തെറ്റും മനസ്സിലാക്കിച്ചു തരുന്നതിൽ വ്യാസഭഗവാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ വിശദമായി മനസ്സിലാക്കിയാൽ നമ്മളെ എല്ലാവരെയും പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് ഇത്. ഒരു മനുഷ്യന് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും, ക്ഷീണമുണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നു. രാജാവിന് വിശപ്പും ദാഹവുമൊക്കെ ഉണ്ട്. അത് രാജാവിൻ്റെ മാത്രം കാര്യമാണ്. മുനി എന്തുകൊണ്ടാണ് അവിടെ മിണ്ടാതിരുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കുന്നതിന് പോലും രാജാവിന് കഴിഞ്ഞില്ല. തൻ്റെ വിശപ്പും ദാഹവുമൊക്കെയാണ് അവിടെ രാജാവിനെ ഭരിച്ചത്. ആ സമയത്ത് വിവേകബുദ്ധി നഷ്ടപ്പെട്ടവനെ പോലെ രാജാവ് പെരുമാറി. നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ്. വിശപ്പ് വന്നാൽ പിന്നെ കണ്ണു കാണില്ല, എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. അത് തെറ്റാണ്, അതിനെ നിയന്ത്രിക്കണം എന്ന് വ്യാസഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു. തെറ്റ് അതാര് ചെയ്താലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് ഇവിടെ വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അറിയാതെയാണ് തന്നോട് ആരെങ്കിലും തെറ്റു ചെയ്തത് എന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞു തരുന്നു. കൈക്കൂലി കൊടുത്ത് തിരിച്ചയക്കുന്നത് അതും തെറ്റു തന്നെയാണ് എന്ന് ഇവിടെ വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾക്ക് പോലും ഒരു തെറ്റും ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാവരെയും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളാനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ കഥയിലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നത്. പല കഥാപാത്രങ്ങളും പല കഥകളും നമുക്ക് അത്ഭുതങ്ങളായി തോന്നാം.
ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് പോലും നമുക്ക് തോന്നാം. പക്ഷേ ആ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്ത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അതിലെന്താണ് വ്യാസൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓരോ ഗ്രന്ഥകർത്താവും അതിലൂടെ എന്താണ് നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.